യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. അവന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യം നേടി, അവന്റെ രക്തത്താൽ ഞാൻ രക്ഷയും നേടി. യേശുവേ കരുണാമയ, എന്നെ പണിതുയർത്തിയിടേണമേ. യേശുവേ കരുണാമയ, എന്നെ പണിതുയർത്തിയിടേണമേ. വീണ്ടും നമ്മൾ ഐസയ 53:10 വരുമ്പോൾ ഐസയ 53:10 അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഐസയ 53:10 അവന് വേദനയുടെ സമയത്ത് തന്നെയാണ് പാപപരിഹാര ബലിയായി തന്നെ ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന സമയത്താണ് ഈ സഹനദാസൻ തൻ്റെ വേദനയ്ക്കുള്ള പ്രതിഫലങ്ങളെ കാണുന്നത്. തൻ്റെ പുനരുത്ഥാനത്തിൽ അനേകം മക്കൾ പുനരുത്ഥാനം ചെയ്തു വരുന്നത് മഹാകാഴ്ചയാണ് അവൻ കാണുന്നത്. അവൻ ദീർഘായുസ് പ്രാപിക്കുകയാണ്. അവന് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ പ്രവേശിക്കുന്നതായിട്ടുള്ള ഉത്ഥാനത്തിൻ്റെ മുന്നാസ്വാദനങ്ങൾ സഹനത്തിൻ്റെ ദാസൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവൻ്റെ സഹനം നിസ്സാരമായി പോകുന്ന മഹാസംഭവങ്ങളെയാണ് സുവിശേഷവും പഴയ നിയമവും ഒരുമിച്ച് അവതരിപ്പിക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആദ്യ വചനങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ഐസയ 53:2 തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. പ്രൈസ് ദി ലോർഡ്. തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ഈ സഹനകാലങ്ങളെല്ലാം നമ്മൾ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ നിൽക്കും. വെന്ത് ഉരുകി ഉണങ്ങി നിൽക്കും. വരണ്ട കാലം, വെള്ളമില്ലാത്ത ഒരവസ്ഥ. ജീവിതത്തിൻ്റെ ചില കാലങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും തോന്നാത്ത കാലമുണ്ടാവും. ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും തോന്നാത്ത കാലം, വേദന മാത്രം ഉണ്ടാകുന്ന കാലമുണ്ട്. വേദന മാത്രം ഉണ്ടാകുന്ന കാലം, ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും ഉണ്ടാകാത്ത കാലമെന്ന് നമ്മൾ അനുഭവിക്കുമ്പോഴും ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെയുള്ള സമയത്തും ദൈവവേദനെ ഞാൻ നിൻ്റെ അരികിലൂടെ കടന്നു പോകുന്നുണ്ട്. കാര്യം ഈ സഹനദാസിൻ്റെ ചോരയും അവൻ്റെ മുറിവുകളും വ്രണവും പോലെ തന്നെയാണ് ജെറുസലേമിനെ കുറിച്ച് പറയുമ്പോഴേ ഈ സഹനദാസിന് 2 തലമുണ്ടെന്ന് ചില സമയത്ത് എനിക്ക് വെറുതെ തോന്നിപ്പോകും. ഞാൻ ദൈവശാസ്ത്രമായിട്ട് ആ വിഷയത്തിൽ ആരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നാലും എൻ്റെ മനസ്സിൽ എൻ്റെ വ്യക്തിപരമായ ആധ്യാത്മിക പരിപോഷണത്തിന് വേണ്ടി ചിലപ്പോൾ സമയത്ത് പ്രാർത്ഥനാപരമായിട്ട് ഞാൻ ചിന്തിച്ച കാര്യം നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ നല്ല കാര്യം. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഈ സഹനദാസൻ്റെ സമയത്ത് തന്നെയാണ് എപ്പോഴും ഒരു പുനരുത്ഥാനത്തിന് മുന്നാസ്വാദനത്തിന് സാധ്യതയുണ്ട്. ദൈവത്തെ നമ്മൾ കാണുന്നില്ല. ഈ വേദനപ്പെടുന്ന സമയത്ത് ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്ന സമയത്ത് തന്നെ ദൈവം കടന്നു പോകുന്ന ഭാഗമുണ്ട്. സഹനദാസൻ 2 തലങ്ങളുണ്ട്. ഒന്ന് കർത്താവിനെ പ്രതി അല്ലെങ്കിൽ ദൈവത്തെ പ്രതി സഹിക്കുന്നവരും സഹനദാസന്മാരാണ്, വിശ്വാസികൾ. പിന്നെ പാപപരിഹാര ബലിയായിട്ട് അർപ്പിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പുത്രനും കർത്താവ് യേശുക്രിസ്തുവും സഹനദാസനാണ്. അപ്പം നമ്മൾ വിശ്വാസികളുടെ തലത്തിൽ സഹനദാസന്മാരാകുമ്പോൾ നമ്മുടെ വേദന, രോഗങ്ങൾ, നമ്മുടെ പീഡകൾ, ഞെരുക്കങ്ങൾ, സങ്കടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ബലി പോലെ സമർപ്പിക്കപ്പെട്ടിട്ട് തിരിച്ച് നമുക്ക് നിന്ദ, അപമാനങ്ങളും ഒറ്റിക്കൊടുക്കലും തള്ളിപ്പറച്ചിലും ഒക്കെ അനുഭവിച്ചു വരുമ്പോൾ വി വിൽ ബിക്കം ദ സഫറിംഗ് സെർവൻറ്റ്. നമ്മളും അതുപോലെ സഹനദാസന്മാരാകും. പക്ഷേ ആ സമയത്തെല്ലാം ദൈവം കടന്നു പോകുന്നുണ്ട്. എസെക്കിയേലിലേക്ക് നമുക്ക് വരാം.
എസെക്കിയേലിലേക്ക് വരുമ്പോഴേ ഈ സഹനദാസൻ്റെ കാലം, ഇവിടെ ചോരേപ്പുരുണ്ട് ഐസയ 53 കിടക്കുന്നത് സഹനദാസിന് പകരം ഒരു വിശ്വാസി ജെറുസലേം ഒരു ദൈവപൈതല് കിടക്കുന്നതിനെക്കുറിച്ച് ദൈവജനത്തിന് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒരു സഹനദാസൻ്റെ അതേ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസിയെക്കുറിച്ചാണ് ഐസയ പറയണത്. അത് അവിശ്വസ്തയായ ജെറുസലേമിനെക്കുറിച്ചാണെങ്കിലും ബേസിക്കലി ജെറുസലേം ഒരു വിശ്വാസിയാണ്, വിശ്വാസ സമൂഹത്തിന് പ്രതീകമാണ്. ഇപ്പം എന്നാ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ നിൻ്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ, എസെക്കിയേൽ 16:6, ഞാൻ നിൻ്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ടു, നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. അതായത് സഹനദാസൻ്റെ സമയം നമ്മൾ പരീക്ഷീണനായി കിടക്കുന്ന സമയത്താണെങ്കിൽ പോലും ചില സമയത്ത് ദൈവം കടന്നു പോകും, എന്നിട്ടൊരു ആശീർവാദം അത് തരത്തുള്ളൂ. ആശീർവാദം നമ്മൾ തൊടുക പോലും ഇല്ല, ഒരു ആശീർവാദം തരും. ചില സമയത്ത് അങ്ങനെ നമുക്ക് നിങ്ങളെ ജീവിതത്തിന് അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ, ദൈവം തൊടുന്നില്ല, ദൈവം എൻ്റെ രോഗത്തെ സുഖപ്പെടുത്തണില്ല, പക്ഷേ യു വിൽ ഗെറ്റ് എ ബ്ലെസ്സിങ്. എന്നിട്ട് എന്താ പറയണത്, ജീവിക്കുക. അപ്പോൾ ഈ ചെടി, ഞാൻ ഈ വചനം രണ്ടും കൂടി എടുക്കാൻ കാരണം എന്താ പറയുക, ഇപ്പോൾ ഐസയ 53:2 തൈച്ചെടി പോലെ വളരുക എന്ന് പറയുന്ന, അവൻ വളർന്നു എന്ന് പറയുന്ന ഐസയ 53:2 എസെക്കിയേൽ 16:7, 6 എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ രണ്ടും ഇതുപോലെ സഹനദാസനെ ചെടി പോലെ ഉപമിക്കുന്ന ഉപമകളാണ്. പക്ഷെ അതിനുശേഷം എന്താ സംഭവിക്കുന്നത്, ഞാൻ നിൻ്റെ അടുത്തിലൂടെ കടന്നുപോയി, എസെക്കിയേൽ 16:6, അപ്പോൾ സഹനദാസനെ പോലെ തന്നെയാണ്, നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് ഞാൻ കണ്ടു, നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. പിന്നെ ഇങ്ങോട്ട് വരണം എന്താണെന്നറിയാവോ, ആ കാലമെല്ലാം കഴിഞ്ഞു പോകും. ഏത് സഹനത്തിൻ്റെ കാലവും കഴിഞ്ഞു പോകും. സഹനത്തിൻ്റെ കാലം കഴിയുമ്പോൾ വിവാഹത്തിൻ്റെ കാലം വരുമെന്നാണ് പറയണത്. ഇതൊരു ഭയങ്കര സംഭവമാണ്. വിവാഹം എന്ന് പറയുന്ന ബൈബിൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം താഴെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ വീണ്ടും നിൻ്റെ അടുക്കലൂടെ, എസെക്കിയേൽ 16:8, ഞാൻ വീണ്ടും നിൻ്റെ അടുക്കലൂടെ കടന്നു പോയി നിനക്ക് വിവാഹപ്രായമായെന്ന് മനസ്സിലാക്കി, എൻ്റെ മേലെങ്കിൽ കൊണ്ട് നിൽക്കുന്ന നഗ്നത ഞാൻ മറച്ചു, ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു, അങ്ങനെ നീ എൻ്റേതായി തീർന്നു. എസെക്കിയേൽ 16:8 മുതലുള്ള വചനങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് തൈലം പൂശു. മക്കളെ, ഇതാണ് രക്തത്തിൻ്റെ വേദനയുടെ, രോഗത്തിൻ്റെ, കഷ്ടതയുടെ, ഞെരുക്കത്തിൻ്റെ, ബലഹീനതയുടെ ഒരു കാലം. ഇതെല്ലാം കഴുകി മാറ്റപ്പെടും. ഇതെല്ലാം നിൻ്റെ ദൈവത്തിന് വേണ്ടി നീ അനുഭവിച്ച് സുവിശേഷ സാക്ഷിയായി നിൽക്കുമ്പോൾ ഇതെല്ലാം കഴുകി മാറ്റപ്പെടുന്ന കാലമുണ്ടെന്നാണ് പറയണത്. എസെക്കിയേൽ 16:7, 16:9, അങ്ങനെ നീ എൻ്റേതായി തീർന്നു. ദൈവമായ കർത്താവ്, ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു, അങ്ങനെ നീ എൻ്റേതായി തീർന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ് തൈലം പൂശി, ഞാൻ നിന്നെ ചിത്രത്തിനുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, തുകച്ചിരിപ്പുകൾ അണിയിച്ചു, ചണച്ചരട് അരയിൽ കെട്ടുകയും പട്ടുടുപ്പ് അണിയിക്കുകയും ചെയ്തു. 11, ഞാൻ നിന്നെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു, കൈകളിൽ വളയും കഴുത്തിൽ മാലയും ഇട്ടു, ഞാൻ നിന്നെ മുക്കുത്തിയും കമ്മലുകളും ധരിപ്പിച്ചു, നിൻ്റെ തലയിൽ മനോഹരമായ കിരീടം ചാർത്തി, സ്വർണവും വെള്ളിയും കൊണ്ട് നിന്നെ ഞാൻ അലങ്കൃതയാക്കി, നേർത്ത ചണവും പട്ടും ചിത്രത്തിനുള്ള വസ്ത്രവും ഞാൻ നിൻ്റെ വേഷം, നേർത്ത മാവും തേനും എണ്ണയുമായിരുന്നു നിൻ്റെ ആഹാരം. നീ അതീവ സുന്ദരിയായി വളർന്ന് രാജകീയ പ്രൗഢി ആർജിച്ചു, സൗന്ദര്യം കൊണ്ട് നീ ജനതകളുടെ ഇടയിൽ പ്രശസ്തയായി. ഇത് തിരിച്ചു വരുന്നത് ഒരു മണവാട്ടിക്കടുത്ത വേഷഭൂഷാദികളോടെ ദൈവം തൻ്റെ സന്തതിയെ അണിയിച്ചൊരുക്കുന്നതാണ്. എല്ലാ ക്ലേശങ്ങളിലെ അവസാനം നമ്മൾ ഈ വചനങ്ങൾ ഇത് നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരം നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെന്ന് പറഞ്ഞ വചനം തുടങ്ങിയതാണ്. ഇത് അവസാനിക്കുക എവിടെയാണ്? വെളിപാടിലാണ്. ഈ മണവാട്ടിയെ ദൈവം വിവാഹം കഴിക്കും.
അതാണ് വെളിപാട് 19:9 വരുമ്പോൾ അതിമനോഹരമായ വചനമുണ്ട്. ഇത് അവസാനിക്കണം അങ്ങനെയാണ്. നമ്മുടെ പുനരുത്ഥാന അനുഭവം എന്ന് പറയുന്നുണ്ടല്ലോ, ഭൂമിയിലാണ് തുടങ്ങണത്. പുനരുത്ഥാനം ഭൂമിയിൽ തുടങ്ങുന്നു, അത് ക്ലേശങ്ങളിൽ ആരംഭിക്കുന്നു, മഹത്വത്തിൽ അവസാനിക്കുന്നു. നീ മണവാട്ടിയായ നിൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് എല്ലാം കർത്താവിൻ്റെ മണവാട്ടിയായി മാറുന്ന സമയത്ത് നീ കിരീടം ധരിക്കപ്പെടുന്നു. കൃപയാലും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ നാനാജാതി ആഭരണങ്ങൾ കൊണ്ടാണ് ആത്മാവിനെ ദൈവം പൊതിയുന്നത്. അതുകൊണ്ട് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് അതിമനോഹരമാണ്. അവിടെ കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി നിൽക്കുന്നത് സഭയാണെന്ന് ഓർക്കണം. സഭയെന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വാസിയാണ്. ദൈവവേദനെ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകൾ തുറവ് നിസ്സാരമാണ്. പുനരുദ്ധാനമാണ് ധ്യാനിക്കേണ്ട, ഒരു വിശ്വാസം ധ്യാനിക്കേണ്ട അടിസ്ഥാന വിഷയം. കർത്താവിനോട് പ്രാർത്ഥിക്കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകളെ നിസ്സാരമായി കരുതാനുള്ള ദൈവിക കൃപയാൽ ഞങ്ങളെ നിറക്കണമേ. മഹത്വത്തിന്റെ മഴവില്ലും വിവാഹ വസ്ത്രവും കൊണ്ട് ഞങ്ങളെ നിറക്കുമ്പോഴേ അതുവരെ കർത്താവേ നീ കടന്നു പോകുന്നത് ഒരു ആശീർവാദം മാത്രമാണ് നൽകണമെന്നും തിരിച്ചറിയാനുള്ള സമയം വരുമ്പോഴേ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ശ്രീകുട്ടി, തിരുവല്ലയ്ക്കടുത്ത് കവിയൂരാണ് സ്വദേശം. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഓഗസ്റ്റ് 19-ാം തീയതിയാണ്. 13-ാം തീയതി ആദ്യമായിട്ട് ഇവിടെ വന്നു. അതിനുശേഷം 19-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. സ്വന്തമായിട്ട് ഒരു ഭവനം ഇല്ലായിരുന്നു. അതായിരുന്നു ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നിട്ടുണ്ട്. അമ്മയുടെ അനിയത്തിയുടെ കൂടെ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഭവനമില്ല. ഞാൻ ഒരു +2 ഡിഗ്രി പഠിക്കുന്ന സമയം വരെ ഞങ്ങളൊരു അലമാരിയുടെ ഇടയിലായിരുന്നു ഞാനും അനിയത്തി. കാല് നിവർത്ത് നമ്മളൊന്ന് ഉറങ്ങിയിട്ടില്ല. അതുപോലൊരവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് ബ്ലോക്കിൽ നിന്ന് 4 ലക്ഷം രൂപ അനുവദിച്ച് ഞങ്ങൾ വീട് വെച്ചു. വീട് വെച്ചിട്ട് നമ്മൾ മൊത്തം പണിയും നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല. അവർ തന്ന പൈസയ്ക്ക് ഒത്തും നമുക്ക് പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ആപ്പാടെ ഉള്ളത് 4 സെൻറ്റ് സ്ഥലവും വീടും മാത്രമേ ഉള്ളൂ. അപ്പം 4 സെൻറ്റ് ഒരു ബാങ്കിലും ലോൺ എടുത്തിട്ട് ലോണിന് കൊടുത്താൽ കിട്ടത്തില്ല. കോപ്പറേറ്റീവ് ബാങ്കിൽ പോലും 5 ലക്ഷം രൂപയിൽ 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോണ് കിട്ടത്തുള്ളൂ. അപ്പം ഞാനും അമ്മയും ഓരോരോ ബാങ്കുകൾ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഇങ്ങനെ ഓരോരോ ബാങ്കുകൾ നിരന്തരം കയറി ഇറങ്ങി നടക്കുക. നമുക്ക് 4 സെൻറ്റായതുകൊണ്ട് ആരും ലോണ് തരത്തില്ല. അമ്മ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ NS സ്റ്റാഫാണ്. അപ്പം അമ്മയുടെ സാലറി സ്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കാനാണ് നോക്കിയത്. നമുക്കൊരു നിവൃത്തിയില്ല. നമ്മളിങ്ങനെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അവസാനം നമ്മൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അപ്പോൾ എൻ്റെ 2ാമത്തെ പുതുക്കലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം 2ാമത്തെ പുതുക്കലെടുത്ത് ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ ധ്യാനം കൂടുമ്പോൾ ആ ബാക്ക് സൈഡിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം അച്ഛൻ എന്നെ കാണാനായിട്ട് ഒരു നിവൃത്തിയില്ല. ഇത്രയും ആൾക്കൂട്ടത്തിന്, അന്ന് ഇതിലും ആളുണ്ട്, ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ അച്ഛൻ എന്നെ കാണാൻ നിവൃത്തിയില്ല. ഇവിടെ വന്ന് ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടപ്പം അച്ഛൻ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറയും, നീ എന്തിനാ അവിടെ നിന്ന് ഉറങ്ങിയെന്ന് ആദ്യം ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനോട് ആര് പറഞ്ഞു കൊടുത്തു? ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയത് എങ്ങനെ? അച്ഛൻ എങ്ങനെ അറിയാം ഞാൻ അവിടെ നിന്ന് ഉറങ്ങിയെന്ന്? അച്ഛന് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോ, എല്ലാം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ ബാങ്ക് കയറി ഇറങ്ങും. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കിനി വയ്യ, കയറി ഇറങ്ങാനായിട്ടുള്ള ശേഷി എനിക്കിനി ഇല്ല, നമുക്ക് വയ്യ, നമുക്ക് നിർത്താം. ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പണി തൊട്ട് ഞങ്ങൾ തീർന്നിട്ടുമില്ല, ഒരു വാതിൽ പോലും ഇല്ല. അപ്പം തകര ഷീറ്റ് കൊണ്ടൊരു വാതിലാണ് ഞങ്ങൾ വീടിനെ മറച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അക്രൈസ്തവരായതുകൊണ്ട് തന്നെ ഈ പള്ളിയിലെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ഒക്കെ സ്പീക്കറിൽ ഞങ്ങൾ ഒച്ചത്തിലിട്ട് വെക്കും. അപ്പോൾ ഇതൊന്നും അയൽപക്കത്തുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവർ പറയും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെ തട്ടിപ്പാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് തന്നെ ഉടമ്പടി തന്നെ കുറച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. അതിനുശേഷം ഞാൻ ബസ് കയറാൻ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കിന് പോസ്റ്റിൽ ഇങ്ങനെ 2 സെൻറ്റ് തൊട്ട് ഭവന വായ്പ എന്ന് എഴുതി വെച്ചു. അങ്ങനെ ഞങ്ങളത് ആ നമ്പറിലേക്ക് വിളിച്ചു. അവർ വന്ന് ആക്സിസ് ബാങ്കുകാർ ഞങ്ങൾക്ക് വീട്ടിൽ വന്നു. 7 ലക്ഷം രൂപ ഞങ്ങൾ ലോൺ അനുവദിക്കുമായിരുന്നു. അപ്പോഴും അമ്മയുടെ 7 എന്നുള്ള സംഖ്യയാണ് എപ്പോഴും കണക്റ്റ് ആക്കുന്നത്. 7-ാം തീയതിയാണ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. 7 ദിവസത്തോളം നമ്മൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 7 എന്നുള്ള സംഖ്യ വളരെയധികം കണക്റ്റഡ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് 7 ലക്ഷം രൂപ പാസ്സായി. ഞങ്ങൾ വീട് പണി വളരെയധികം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. അതിനുശേഷമായിരുന്നു അനിയത്തി +2 കഴിഞ്ഞ് എന്ത് പഠിക്കണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് എന്നെപ്പോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും PSC എഴുതി ഇങ്ങനെ വെറുതെ നടക്കുന്നതിലും ഭേദം മെഡിക്കൽ ഫീൽഡ് നോക്കാമെന്ന് തന്നെ കരുതിയിട്ട് അവൾ
നഴ്സിങ്ങിന് ചേർത്തു. 25,000 രൂപയല്ലാതെ വേറെ ഒരു രൂപ ഞങ്ങളുടെ കയ്യിലില്ല. അച്ഛന് സാധാരണ മെയിൻ്റനൻസ് പണിയാണ്. അപ്പോൾ അമ്മയുടെ ശമ്പളം കൊണ്ടാണ് നമ്മൾ ലോണൊക്കെ അടച്ചു പോകുന്നത്. അച്ഛൻ്റെ പൈസയിൽ നമ്മൾ ചിലവും കഴിയും. അങ്ങനെ നമ്മൾ കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ 25,000 രൂപയല്ലാതെ വേറെ പൈസ ഞങ്ങളുടെ കയ്യിലില്ല. അത് പലയിടത്തുനിന്ന് അച്ഛനും അമ്മയും കടം മേടിച്ചതാണ്. ആ പൈസ കൊണ്ട് എൻ്റെ അച്ഛനും അമ്മേനെ അനിയത്തിയെ കൊണ്ട് മംഗലാപുരത്ത് നഴ്സിങ്ങിന് ചേർത്ത് കഴിഞ്ഞ് അവളുടെ കൂടെ പഠിക്കുന്ന എല്ലാവരും പൈസയുള്ള പിള്ളേർ, റൂംമേറ്റുള്ള പിള്ളേരാണെങ്കിൽ എല്ലാം കാശുള്ള. എൻ്റെ അനിയത്തിക്ക് ഇടാനായിട്ടൊരു ഡ്രസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ അവിടെ ചെന്ന് കയറുന്നത്. അപ്പോൾ അമ്മ ചോദിച്ചു, മോനെ നമ്മൾ എന്തോ കൊടുക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ PG പഠിത്തം അവസാനിപ്പിക്കുക, ഇനി വയ്യ എന്നെ കൂടെ പഠിക്കാൻ, ഞാനും എന്തെങ്കിലും ജോലിക്ക് പോവാം, അല്ല നമ്മുടെ കുടുംബം മുന്നോട്ട് പോകത്തില്ലെന്ന് കരുതി. അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി IDFC ബാങ്കിൽ കളക്ഷനിൽ ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഈ കളക്ഷൻ പൈസയിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനെടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം അവളുടെ കൂട്ടത്തിൽ പുതിയൊരു റൂംമേറ്റൊക്കെ പെങ്കൊച്ച് വന്നു, കാസർഗോഡുകാരി ഒരു കൊച്ചു വന്നു. അപ്പോൾ അവളുടെ പപ്പയോടെ ഇങ്ങനെ, പപ്പ എൻ്റെ കൂടെ റൂമിലുള്ളൊരു കൊച്ച് ഭയങ്കര സാമ്പത്തിക ഉന്നതത്തിൽ പെങ്കൊച്ച് കൂടെ വന്നിട്ടുണ്ട്, അവളെ എങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ പപ്പ അതും 7 ദിവസം കഴിഞ്ഞിട്ട്, അവളവിടെ ചെന്നതിന് ശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് പറയാ, ഞങ്ങളുടെ മോളെ ഒരു UK ഫാമിലിക്ക് അവളെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ട്. ആ കോളേജിൽ, മംഗലാപുരത്തെ നഴ്സിംഗ് കോളേജിൽ എൻ്റെ അനിയത്തിയുടെ ഫീസാണ് ആദ്യമായിട്ട് ഒരു വർഷം മുഴുവൻ ഫീസ് അടച്ച് തീർക്കുമായിരുന്നു ആ സ്പോട്ടിൽ. എത്രമാത്രം നന്ദി അമ്മയോട് പറഞ്ഞ കാര്യം. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, തിരിച്ചു വരാൻ ലോക്കലിലാണ് അമ്മ ട്രെയിനിൽ കയറി വന്നത്. കാര്യം പൈസ അമ്മയുടെ കയ്യിലില്ല. അവിടെ ചെന്നിട്ട് ബെഡ് മേടിക്കാൻ പോലും പൈസ തികയാഞ്ഞിട്ട് ഞാൻ പലരോടുമായിട്ട് കടം മേടിച്ചാണ് 5,000 രൂപയോളം അയച്ചു കൊടുത്താണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അമ്മ തിരികെ വന്നത്. അപ്പോൾ എത്രമാത്രം നന്ദി പറഞ്ഞു. ഇതെല്ലാം എൻ്റെ അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. പ്രേക്ഷിത വേദികളെന്ന് വെച്ചാൽ അതാണ് എന്നെ ഏറ്റവും അധികം ഈ സാക്ഷ്യം പറയാനാണെങ്കിൽ, ഇവിടെ നിൽക്കാനാണെങ്കിലും പ്രേരണയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് പ്രേക്ഷിത വേല ചെയ്യുമ്പോഴത്തേക്കിന് ഞങ്ങളുടെ വീട്ടിൽ റേഷനരിയാണ്. ഞങ്ങൾ ഇപ്പോഴാണ് നല്ല ഈ ചുവന്ന അരിയൊക്കെ വെച്ച് ചോറുണ്ട്. ഞങ്ങൾ റേഷനരിയാണ് ഞങ്ങൾ ചോറ് കഴിക്കുന്നത്. അപ്പം ഇവള് ചോദിച്ചു, ചേച്ചി നമ്മൾ എന്തോ കൊടുക്കും, നമുക്ക് പ്രേക്ഷിത വേല ചെയ്യണ്ടേ? അപ്പം ഞാൻ പറയട്ടെ, ചോറ് കൊടുക്കണേ, നല്ല അരിയിട്ട് വേണ്ടേ കൊടുക്കുക. അവൾ പറഞ്ഞു, നമുക്കുള്ള പോലെ കൊടുക്കാം. അപ്പം കറി വെക്കാൻ കറിയൊന്നുമില്ല. അപ്പോൾ ആകെപ്പാടാ ഞങ്ങളുടെ കയ്യിലുള്ളത് കുറച്ച് ചില്ലറ പൈസയാണ്. ചില്ലറ പൈസ ഒരു 10-12 രൂപ കാണും. ആ ചില്ലറ പൈസ എടുത്ത് അവൾ കടയിൽ പോയി മുട്ട മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ ചേമ്പും താള് വേറെ അത് പറയാൻ എനിക്ക് ഒരു മടിയില്ലായിരുന്നു. ഞാൻ വന്ന വഴി ഞാൻ മറക്കത്തില്ല. ആ ചേമ്പും താള് പറിച്ച് ഞങ്ങൾ തോരൻ വെച്ചു. മുട്ടയും വറുത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷിത വേല തിരുവല്ലയിൽ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വൃത്തിയായിട്ട് ഞങ്ങൾ ചോറുമ്പതി കൊടുക്കാൻ, നമ്മളെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനോ മീൻ മേടിച്ചു കൊടുക്കാനോ ആ സമയത്തൊന്നും പൈസ നമുക്കില്ല. അപ്പോൾ ഇവളൊക്കെ നഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്നതിന് മുന്നാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഓരോ രോഗികളായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി കണ്ടു. എല്ലാവർക്കും തൈലം തൊട്ട് കുരിശ് വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ പ്രേക്ഷിത വേലയൊക്കെ ചെയ്തതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞ് നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം അമ്മ അവളെ അത്രത്തോളം സഹായിച്ചു. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം പോലും ഞങ്ങൾ മീനില്ലാതെ ഞങ്ങൾ ചോറുണ്ടെന്നില്ല ആ അവസ്ഥയിലേക്ക്. അതുപോലെ ഞങ്ങളുടെ വീട് ഞങ്ങൾ പണിയുന്ന സമയത്ത് ഈ തകര ഷീറ്റ് കൊണ്ടാണ് മറച്ചത്. അപ്പോൾ അയൽപക്കത്ത് അപ്പോഴും നമുക്ക് കളിയാക്കൽ ഒത്തിരി ഉണ്ടായിരുന്നു. കട അടക്കി വന്ന ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത്, കടയടയ്ക്കുക അല്ലെങ്കിൽ സന്ധ്യാസമയം. അപ്പം ഭയങ്കര സൗണ്ടായി. രാത്രി നമ്മൾ കിടക്കാതിരുത്ത് ഈ കഥകൾ അടയ്ക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ശബ്ദം കടുകടുന്നുള്ള ഭയങ്കര സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ പറയും, അവർ കടയടയ്ക്കുക എന്ന് പറയും. ഇന്ന് അവിടങ്ങളിൽ ആ 7 വീടുകളിൽ 25,000 രൂപയുടെ ഡോറുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ സാക്ഷ്യം പറയേണ്ടി വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്നെ എത്രത്തോളം ഉയർത്തിയിട്ടാണ്. അതുപോലെ എല്ലാ പ്രേക്ഷിതകളും ചെയ്യാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ജീവിതത്തിൽ സ്വന്തമായിട്ട് കിടക്കാട് ഒരു പ്ലേറ്റും ഗ്ലാസ്സും അല്ലാതെ പ്രതീക്ഷകളെല്ലാം വറ്റി വരേണ്ടുള്ള മനുഷ്യരുണ്ട്. നമ്മളെയൊക്കെ കാത്തിരിക്കാനായിട്ട് വീട്ടിൽ അച്ഛനും അമ്മയും കാണും, സഹോദരങ്ങൾ കാണും. അവരെയൊക്കെ കാത്തിരിക്കാൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാരല്ലെങ്കിൽ ആഴ്ചവട്ടങ്ങളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ എന്തെങ്കിലും കൊണ്ടുവരുന്ന ആൾക്കാരും മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ഒന്നുമല്ല, മനുഷ്യരെന്ന് പറയുന്നത് ഒന്നുമല്ലെന്ന് ഓൾഡ് ഏജ് ഹോമിൽ പോയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അവിടെ ചെല്ലും, അവർ നഖം വെട്ടി കൊടുക്കും, അവരുടെ ഡ്രസ്സ് അലക്കും, അവരുടെ ബാത്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കും, അവരെ കുളിപ്പിക്കും. എല്ലാം ഈ മുത്തൂർ ഒരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ പ്രൈസ് വിലയും ചെയ്യും. ഇന്ന് ഞാൻ കളക്ഷൻ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വഴിയിൽ ആര് കണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് എൻ്റെ കയ്യിൽ ചിലപ്പോൾ 50 രൂപയാണെങ്കിൽ 2 ഏത്തക്കാപ്പം, ഒരു ഗ്ലാസ്, ഒരു കുപ്പിയും വെള്ളവും. കാര്യം അത് കൊടുക്കണം. എനിക്കത് കൊടുക്കാതെ പോകാതിരിക്കാനായിട്ട് പറ്റത്തില്ല. എൻ്റെ കയ്യിൽ പൈസ കളക്ഷനായിട്ട് കൊടുക്കുന്നത് ഷോർട്ട് വന്നോട്ടെ, സാരമില്ല, അപ്പം അമ്മ പരിഹരിച്ചോളൂല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ സമയം അങ്ങനെ കൊടുക്കും. അതിനുശേഷം ഒക്ടോബർ 25, 2024 ജപമാല റാലി വന്നു. ഈ റാലിയിൽ പോകാൻ ദിവസം 10
150,000 രൂപയുടെ കളക്ഷൻ ഞാൻ എടുക്കുന്നുണ്ട്. അത് വൈകുന്നേരം 6:30 ആകുമ്പോഴത്തേക്കും അവിടെ ഓഫീസിൽ കൊടുക്കണം. അന്ന് കളക്ഷൻ കൊടുക്കുന്ന സമയത്ത് 24-ാം തീയതി ഞാൻ ഇവിടെ വോളണ്ടർ, 25-ാം തീയതി രാവിലെ എനിക്കിവിടെ വരണം, അല്ല തലേ ദിവസം വൈകിട്ട് ഇവിടെ വരണം, ഞാൻ വോളണ്ടറാണ്. വൈകുന്നേരം 6:30 ആയിട്ടും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അമ്മയുടെ കയ്യിലും പൈസ. കാര്യം എപ്പോഴും ഈ ലോണടവും കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഒരു മാസം 16,650 രൂപ നമുക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടത്. അത് അടയ്ക്കുന്നു, കൊച്ചിൻ്റെ ഹോസ്റ്റൽ അടയ്ക്കുന്നു, മെസ്സ് അടയ്ക്കുന്നു, ബാക്കി ചിലവുകൾ, വീട്ടു സാധനങ്ങൾ, വണ്ടിയുടെ EMI, ഇതെല്ലാം നമ്മൾ ഈ ശമ്പളം വെച്ചിട്ട് പോകുന്നുണ്ട്. എൻ്റെ ഈ ഹൗസിംഗ് ലോൺ അടയ്ക്കാൻ മാത്രം എൻ്റെ ശമ്പളം വെച്ചിട്ടാണ് ഞാൻ അടയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാസാവസാനം ആരോട് പോയി നമ്മൾ ചോദിക്കും, പൈസ ഇല്ല. അപ്പം അമ്മ പറഞ്ഞ്, മോന് കളക്ഷൻ പൈസ. ഞാൻ പറഞ്ഞു, 1 രൂപ എടുക്കാൻ പറ്റത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ല. അങ്ങനെ 6:30 ആയപ്പോൾ അറിയത്തില്ല, അമ്മ ആരോടൊക്കെ തല്ലിക്കൂട്ടി 2,000 രൂപ ഒപ്പിച്ച് എന്നെ കാത്ത് 6:30 ആയപ്പോൾ വീട്ടിൽ ഇരിക്കുക. അന്ന് വെള്ളിയാഴ്ച ദിവസം, പിറ്റേ ദിവസം ലീവ് ചെയ്തിരുന്ന മാനേജർ പറഞ്ഞു, പിറ്റേ ദിവസം കളക്ഷൻ ഉണ്ട്, കിട്ടാത്ത കളക്ഷൻ എടുക്കണം. പിറ്റേ ദിവസം പറയണം, ഞാൻ സാറ് ഒക്കത്തില്ല, ഞാൻ വരത്തില്ല, എനിക്ക് റാലിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വെള്ളിയാഴ്ച 8 മണിയായി, അവരെന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയം വെള്ളിയാഴ്ച 8 മണിയായി. അപ്പോൾ സോഷ്യോ ഇവിടുന്ന് ആൾക്കാരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, റാലിക്ക് വരുന്ന വോളണ്ടർ ഇത്രയും സമയം ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് സമയത്തുള്ളിൽ ഞാൻ എന്തായാലും വരും, അവിടെ നിൽക്കുക, എനിക്ക് ഇച്ചിരി സമയം കൊടുത്താൽ ഞാൻ ഇറങ്ങുന്നേ ഉള്ളൂ. രാത്രി 8:30 തിരുവല്ല സ്റ്റാൻഡിൽ വന്നു. അപ്പം ബസ്സുകൾ, ഏകദേശം ബസ്സുകൾ വരുന്നുണ്ട്, പക്ഷേ എല്ലാം കോട്ടയം, എറണാകുളം ഭാഗത്തേക്കുള്ള ബസ്സുകളാണ് വരുന്നത്. ആലപ്പുഴയ്ക്ക് ഒരൊറ്റ ബസ്സില്ല. ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ചേർത്തല ബസ് അവിടെ ആലപ്പുഴ AC റോഡിലുള്ള ബസ്സുണ്ട്, നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോവാം. ഞാനും അമ്മ ചങ്ങനാശ്ശേരി ഇരുന്നു. ഇപ്പോൾ 2,000 രൂപയിൽ നിന്ന് 40 രൂപ പോയി. അതാ 20 രൂപ 40 രൂപ പോയി. ബാക്കി പൈസയായിട്ട് ഞാനും അമ്മ സ്റ്റാൻഡ് നിൽക്കുക. അവിടെ ഡിപ്പോ ചോദിച്ചപ്പോൾ പറഞ്ഞു, വെളുപ്പിന് 4 മണിക്കല്ലാതെ ഇനി ഇവിടെ ബസ് വേറെ ഇല്ല. അമ്മ എന്നെ പറയാനായിട്ടൊന്നും ബാക്കിയില്ല, നീ ഒറ്റ വരുത്തി കാരണം ഇത്ര ലേറ്റ് ആയത്, നമുക്കവിടെ ചെല്ലുക, നിനക്ക് ഉത്തരവാദിത്തം ഇല്ല, നിൻ്റെ തീഷ്ണത കൊണ്ടാണ് ഇങ്ങനെ ആയി പോയത് എന്നെല്ലാം എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് എത്താം. അപ്പം ഓട്ടോയ്ക്ക് അവിടെ വരെ പോകാനുള്ള പൈസ ഇല്ല, എന്തായാലും ചങ്ങനാശ്ശേരി ആലപ്പുഴയ്ക്ക് ആ സമയത്ത് വരണമെന്നുണ്ടെങ്കിൽ നല്ല ചാർജ് അവർ മേടിക്കും. അപ്പം ഞാനൊരു കൊന്തമാലയിൽ എൻ്റെ ഈ കഴുത്തിലിട്ടിരിക്കുന്ന ഇതുപോണൊക്കെ ഒരു പരിശുദ്ധ അമ്മ സദ്യം, ഈ കൊന്തമാലയിൽ ഇതുപോലൊക്കെ ഒരു കൊന്തമാല ഞാൻ ചവിട്ടുക സ്റ്റാൻഡ് ചെയ്യുന്നു. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇത് അമ്മയുടെ കൊന്തമാല, അമ്മയ്ക്ക് ഈ സൂക്ഷിക്കാനൊന്നും വയ്യെങ്കിൽ ഇതെന്തിൻ്റെ കൈ പിടിയിൽ കഴുത്തിലിടുക. അമ്മ പറഞ്ഞിട്ട് എൻ്റെ കൊന്തമാല എൻ്റെ ഉണ്ട്, ഇത് 6 കൊന്തമാലയാണ്. അപ്പം ഞാൻ ആ കൊന്തമാല എടുക്കുകയും കിടങ്ങറാന്നാണ് ആ ബസ്സിൻ്റെ ബോർഡ് ഞാൻ കണ്ടത്. കിടങ്ങറായെന്ന ബസ്സിൽ നിന്ന് ഒരു അങ്കിളും ആൻറ്റി ഇറങ്ങി വരിക. ആ സ്ത്രീ എന്ന് വെച്ചാൽ ഭയങ്കര സുന്ദരിയാണ്, നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഇവർ ഈ രാത്രി ഇത്രയും സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് എവിടെ പോകും? അപ്പം നമ്മളാണെങ്കിൽ, ഒരു മനുഷ്യരാണെങ്കിൽ വേറെ ആളെ കാണുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇവരെന്താ ഇത്രയും സ്വർണ്ണമൊക്കെ ഇട്ട് വരുന്നത്? അപ്പം ഈ അങ്കിളും ആൻറ്റി എൻ്റെ അടുത്ത് വന്ന്, അപ്പം വലിയ പ്രായം, നല്ല ചെറുപ്പക്കാരാണ്, വലിയ പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടേക്കാ? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെ ആലപ്പുഴയ്ക്ക് പോവാം, ഞങ്ങളും അങ്ങോട്ടാണ്. അപ്പം ഞാനപ്പോൾ ഓർത്ത്, ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇനി ബസ്സില്ല, വെളുപ്പിനെ 4 മണിക്കേ ഉള്ളൂ ബസ്, ഇനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് അവിടെ വോളണ്ടർ, എനിക്ക് ആ സമയത്ത് അവിടെ ചെന്നേക്കും. സോഷ്യലുള്ള ആൾക്കാരോട് ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു. കാര്യം ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം ആക്കി അവരവിടെ ഇത്ര ആൾക്കാരെ എണ്ണി കാത്തിരിക്കുമ്പോൾ നമ്മൾ എത്താതിരിക്കുന്ന എൻ്റെ സമയം അധികം വൈകി. അപ്പം സമയത്തിന് മേലെ എൻ്റെ അമ്മയെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്നൊരു സമയമായിരുന്നത്. അപ്പം ഈ അങ്കിള് പറഞ്ഞു, മോളെ ഒരു കാര്യം, നമുക്ക് ഓട്ടോയ്ക്ക് പോകാം. ഞാനന്ന് ആദ്യം മടിച്ച്, കാര്യം കയ്യിൽ ഇത്രയും പൈസ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉള്ളെന്ന് എനിക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. ഞങ്ങൾ മുഖാമുഖം നോക്കി. അപ്പം അമ്മ പറഞ്ഞു, മനസ്സിലോട് ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്, അവിടെ സോഷ്യോ വെച്ച് ആരോടെ കടം മേടിക്കാം, ബാക്കി പൈസ ഓട്ടോയ്ക്ക് കൊടുക്കാം, എന്നാലും അവർ പകുതി കൊടുക്കത്തുള്ളൂ, നമ്മളും പകുതിയെ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ ഈ 2 വ്യക്തി, അങ്കിളും ആൻറ്റിയും ഞാനും അമ്മയും ഒരു ഓട്ടോയിൽ കയറി തിരുവല്ല സ്റ്റാൻഡിൽ നിന്ന് AC റോഡ് വഴി ആലപ്പുഴയ്ക്ക് ചേർത്തലയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വേണ്ട മോളെ ഞങ്ങൾ കൊടുത്തോളാം. ഞാൻ പൈസ എടുത്ത് ഈ 1000 രൂപയും കൈ പിടിച്ച് 1500 രൂപയോളം കൈ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഇതിന് പകുതിയാവുമല്ലോ, കൊടുക്കുക സമയമല്ലേ. അപ്പോൾ പറഞ്ഞു, മോളെ വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ആ പുള്ളി അച്ഛൻ ആ പൈസ കൊടുത്തു. അതിനുശേഷം ഞങ്ങളവിടെ ചായക്കടയിൽ കയറി ഞങ്ങൾക്ക് ആഹാരം വാങ്ങിയിരുന്നു. അപ്പം പൊറോട്ടയും ബീഫ് കറിയും മേടിച്ചു തന്നു. അപ്പം ഞാൻ ചോദിച്ചു, അങ്കിളെ ഈ അങ്കിളും ആൻറ്റിയും കഴിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇവർക്ക് പ്രത്യേകതരം ഒരു ഭംഗിയാണ്, നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇവർ അടുത്ത് വരുമ്പം. എന്താ ഇവിടെ മുല്ലപ്പൂവിൻ്റെ മണോ അല്ല, വേറൊരു തൈലം, നമുക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ സമയത്ത് കയ്യിലൊരു തൈലം പോലെ തളിക്കും, ആ ഒരു തൈലത്തിൻ്റെ മണമായിരുന്നു ഈ 2 വ്യക്തികൾക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ്, ഞങ്ങളിന്ന് മാംസം കഴിക്കരുത്, ഞങ്ങൾ രണ്ടുപേരും മാംസം കഴിക്കത്തില്ല, നിങ്ങൾ കഴിക്കാൻ വയറ് നിറച്ച് ഭക്ഷണം മേടിച്ച് തന്നു. അവിടെ നിന്ന് എറണാകുളം ബസ്സിന് കയറി പള്ളിയുടെ ഫ്രണ്ടിൽ ഇറങ്ങി. ഇവിടുന്ന് അമ്മയെ പ്രാർത്ഥിച്ചപ്പം ഞാൻ പറഞ്ഞു, അങ്കിളെ ഇനി എങ്ങോട്ടാണ്? ഞങ്ങൾ നേരെ സോഷ്യോയിലോട്ട് പോവാം, ഞങ്ങൾ വോളണ്ടറാണ്, ഞങ്ങൾ സോഷ്യോയിലോട്ട് പോകും. അങ്കിൾ എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് ആൾ ഓൾറെഡി ഇവിടെ നിറഞ്ഞു നിന്ന്. അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ പുറകെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അങ്കിളും ആൻറ്റിയും ഞങ്ങളുടെ കൂടെ, എൻ്റെ കൂടെ
പുറകെ വന്നു. ഞങ്ങളെ സോഷ്യൽ വരെയാക്കിയിട്ട് ഇവരെ ഞാൻ കണ്ടില്ല. ഞാൻ ആ സെക്യൂരിറ്റി അങ്കിളെ ഗേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വ്യക്തികളെ ഞാൻ കണ്ടില്ല. പക്ഷേ ഇവർ പോയതിനു ശേഷമാണ് ആ സുഗന്ധാഭിഷേകം കണ്ടത്. അപ്പം ഈ അങ്കിളിൻ്റെ കയ്യിൽ ഈ ഔസേപിതാവ് ആരാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴും. പക്ഷേ ഈ ചില്ലുംകൂട്ടിലിരിക്കുന്ന ഔസേപിതാവിൻ്റെ കയ്യിലിരിക്കുന്ന അതേ തടിയുടെ കൊന്തമാലയാണ് ഞാൻ ആ വ്യക്തിയുടെ കണ്ടതെന്നുള്ള കാര്യം എനിക്ക് 100-110% ഉറപ്പുള്ള കാര്യം. അപ്പോൾ എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ അമ്മയും ഔസേപിതാവും കൂടെ എനിക്ക് കൂട്ടുവന്ന് എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചിലവാക്കാതെ എന്നെ ഈ റാലിയുടെ ഓൾറെഡി എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള എല്ലാ എൻ്റെ കാര്യങ്ങളിലും എൻ്റെ അമ്മയും ഈശോപ്പയും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 100% ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ സഹനം വരും. ഒരുപാട് സഹനം വന്നു. ഒരുപാട് പേര് അപമാനിച്ചു, കുറ്റം പറഞ്ഞു, എല്ലായിടത്തും നെഗറ്റീവ്. അതൊക്കെ നമ്മുടെ പരീക്ഷണങ്ങളാണ്. ഒരു സഹനം ഉണ്ടെങ്കിൽ നമുക്കൊരു മഹത്വം ഉള്ളതെന്ന് അച്ഛൻ എപ്പോഴും പറയും. അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന വചനം ലൂക്ക 12:27 മനുഷ്യന് അസാധ്യമായതൊക്കെ ദൈവത്തിന് സാധിക്കും. നമ്മളെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. നമ്മളൊന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉണരുന്നുണ്ടെങ്കിൽ, നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ, നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കോടി നന്ദി ഞാൻ പറയുകയാണ്. ഇത്രയും നാളെന്നെ സാക്ഷ്യം പറയാൻ വൈകി. അടുത്ത റാലിയിൽ ഞാൻ വോളണ്ടറാണ്. അപ്പം അതിന് മുന്നേ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ അമ്മയോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയുന്നുണ്ട്, സാക്ഷ്യം പറയാൻ നിൽക്കുന്ന മക്കൾ സാക്ഷ്യം പറയണം. അപ്പം എൻ്റെ മനസ്സിൽ ദൈവമേ ഞാനത് സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് ഇന്ന് സാക്ഷ്യം പറയണമെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ വെളുപ്പിനെ തന്നെ വീട്ടിൽ നിന്ന് വന്നതാണ്. സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം നൽകിയ അമ്മ മാതാവിനോടും ഈശോപ്പയോടും എല്ലാവരോടും കോടാനുകോടി നന്ദി.